ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു വെറൈറ്റി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാസ്ത ഒന്ന് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് വേവിക്കണം. അതിലൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും നമ്മൾ അതിനകത്തിട്ട് ഒന്ന് വേവിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ശേഷം ഒന്ന് കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളം ചോപ്പ് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് സവാള, അതുപോലെ തന്നെ നമുക്ക് തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതൊന്ന് അരച്ചെടുത്ത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടാക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം അതൊന്ന് നല്ല തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറച്ച് മസാല ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു മാഗി ക്യൂബ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുക്കി കൊടുക്കണം. നല്ലോണം തിളച്ചതിന് ശേഷം നമ്മുടെ വേവിച്ചെടുത്ത് പാസ്തയും അതുകൊണ്ട് ഉള്ള വെജിറ്റബിൾസും കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് സവോളയുടെ ഒരു ടേസ്റ്റ് ആണ് കഴിച്ചത്. വേറെ ഇപ്പൊ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെൽബട്ടൺ അമർത്തി വെച്ച് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ എത്തുന്നതായിരിക്കും.